നമസ്കാരം. മലയാളികളുടെ പ്രിയങ്കരനായ താരമാണ് ദിലീപ്. ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു ദിലീപ്. എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിലില്ല. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത്. ഇപ്പോഴും നടിയെ ആക്രമിച്ച കേസിന് പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ്. എങ്കിലും നടന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. ഇപ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വാദം അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് വൈറലാവാറുണ്ട്. ദിലീപിനെതിരെ കേസ് വന്നപ്പോൾ നിരവധി പേർ ദിലീപിനൊപ്പം പരസ്യമായി തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ചിലർ സംസാരിച്ചതേയില്ല. അദ്ദേഹത്തിനെതിരെ കൂറുമാറുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ദിലീപിനെ അനുകൂലിച്ച് നിരവധി പേരാണ് എത്തിയത്. സിനിമാ ലോകത്ത് പരസ്യമായി തന്നെ ചിലർ നിന്നു. സൗഹൃദ കഥകൾ പറഞ്ഞും നിരവധി പേർ എത്തുന്നുണ്ട്. സിനിമാ ലോകത്ത് ദിലീപ് നിരവധി പേരെ സഹായിച്ചിട്ടുണ്ട്. ആ കഥയും പലരും പറഞ്ഞിട്ടുണ്ട്. ദിലീപുമായി വർഷങ്ങളായി സൗഹൃദം സൂക്ഷിക്കുന്ന നിരവധി പേരുണ്ട്. അതിലൊരാളാണ് റിയാസ് ഖാനും. ഇപ്പോഴത്തെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തമിഴ് സൂപ്പർ താരം രജനീകാന്തിന്റെ കുടുംബവുമായുള്ള അടുപ്പത്തെക്കുറിച്ചും ദിലീപുമായുള്ള തനിക്കുള്ള ആത്മബന്ധത്തെക്കുറിച്ചും അടുത്ത കാലത്തായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പിന്നാലെ തനിക്കെതിരെ വന്ന ആരോപണത്തെക്കുറിച്ചുമെല്ലാം മനസ്സ് തുറക്കുകയാണ് നടൻ. എനിക്കെതിരെ വന്ന ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് എവിടെയും പ്രതികരിക്കാതിരിക്കുന്നത്. ആ നടിയെ ഞാൻ ഇതുവരെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവർക്ക് എന്റെ പേര് പോലും അറിയില്ലെന്നാണ് തോന്നുന്നത്. ഫോണിലൂടെ വിളിച്ചു മോശമായി സംസാരിച്ചു എന്നല്ലേ പറഞ്ഞത്. എപ്പോൾ വിളിച്ചു, ഏത് ഫോണിൽ വിളിച്ചു എന്നൊന്നും അവർ പറയുന്നില്ല. സംഭവം നടന്നത് എപ്പോഴാണെന്ന് പോലും പറയുന്നില്ല. എങ്കിലും ആ ആരോപണം എനിക്ക് വല്ലാതെ വിഷമമുണ്ടാക്കി. ഭാര്യ ഉമ്മയോടും അവളുടെ അമ്മയോടും എൻ്റെ അമ്മയോടും മക്കളോടും ഒക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. സത്യമല്ലെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് പ്രശ്നമില്ല. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ മെനക്കെട്ടിട്ടില്ല. കാരണം എനിക്ക് അതിലും വലിയ ജോലികൾ വേറെ ഉണ്ടായിരുന്നു. രജനീകാന്തിന്റെ ഷഷ്ടി പൂർത്തിക്ക് ക്ഷണിച്ചതിന് കാരണങ്ങൾ പലതുണ്ട്. എൻ്റെ ഭാര്യയുമായി അവർക്ക് നല്ല അടുപ്പമുണ്ടായിരുന്നു. രജനി സാറിന്റെ വൈഫും എൻ്റെ ഭാര്യ ഉമ്മയും നല്ല ബന്ധമായിരുന്നു. ജില്ലമ്മ എന്നാണ് ഞങ്ങൾ വിളിക്കാറുള്ളത്. എന്നെ അറിയുന്നതിന് മുൻപേ അവർക്ക് ഉമ്മയെ അറിയാമായിരുന്നു. ആദ്യമായി ഞങ്ങളുടെ പ്രണയം തുറന്നു പറഞ്ഞതും രജനി സാറിന്റെ വൈഫിനോടായിരുന്നു. ദിലീപുമായി 25 വർഷത്തെ ആത്മബന്ധമുണ്ട്. എന്നെ വിളിച്ച് അതിഥി വേഷങ്ങളിൽ അഭിനയിക്കാമോ എന്ന് ചോദിക്കും. ഞാൻ ചെയ്യാമെന്ന് പറയും. 2 കൺട്രീസ്, മായാമോഹിനി, മിസ്റ്റർ മരുമകൻ ഒക്കെ അങ്ങനെയാണ് ഞാൻ വന്നത്. വൈക്കത്തെ ഓർക്കിഡ് ഹോട്ടലിൽ വെച്ചുള്ള പരിചയമാണ് എനിക്ക് ദിലീപുമായുള്ളത്. എന്താണ് ദിലീപിന്റെ മനസ്സിലുള്ള വിഷമമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നും നടൻ അഭിമുഖത്തിൽ സംസാരിക്കവേ പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് ഒരു പങ്കുമില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതായി പലപ്പോഴും താരം പ്രതികരിച്ചിട്ടുണ്ട്. ദിലീപിനെ എനിക്ക് നന്നായി അറിയാം. അദ്ദേഹം എന്റെ അടുത്ത സുഹൃത്താണ്. ഒരിക്കലും ദിലീപിനെ വിട്ടുകൊടുക്കില്ല. കോടതിയൊക്കെ ഉണ്ടല്ലോ, കേസ് തെളിയിക്കട്ടെ. ദിലീപ് എന്റെ സുഹൃത്താണ്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. അതിൽ മാറ്റമുണ്ടാവില്ലെന്നുമാണ് നടൻ പറഞ്ഞിരുന്നത്. ജയിലിൽ നിന്നും വന്നു കഴിഞ്ഞ് ദിലീപിന്റെ ഫസ്റ്റ് ഷൂട്ടിംഗ് ഗോകുലം പാർക്ക് ചെന്നൈ സ്റ്റുഡിയോസിലായിരുന്നു. അപ്പോഴും ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കാണാൻ പോയി. ഞങ്ങൾ തമ്മിലുള്ളത് സിനിമയ്ക്ക് അപ്പുറമുള്ള സൗഹൃദമാണ്. എല്ലാ കാര്യങ്ങളും തമ്മിൽ അന്വേഷിക്കുമെന്നും ഒരു അഭിമുഖത്തിൽ റിയാസ് ഖാൻ പറഞ്ഞിരുന്നു.